ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹൈക്ക. ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ യാബുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മോനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോണ വീഡിയോ ആണ് ഇത്. അപ്പോൾ ഞങ്ങൾ വാച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും എന്നാച്ചിയും കൂടെയാണ് പോകുന്നത്. ഞങ്ങൾ സ്കൂട്ടി പാരിപ്പള്ളി വെച്ചിട്ട് ബസ്സിൽ പോകാനാണ് പ്ലാൻ. ഞങ്ങൾ പാരിപ്പള്ളി ബസ് സ്റ്റോപ്പ് എത്തിയപ്പോൾ തന്നെ ഒരു ബസ് വന്നു. അപ്പോൾ ഫസ്റ്റ് വന്ന ബസ്സിൽ തന്നെ കയറി. എനിക്ക് പ്രിയദർശിനിയിലൊന്ന് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ പ്രിയദർശിനി ഓർഡിനറി അല്ലേ, അപ്പോൾ അത് ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ സമയം 10 ആയി. അപ്പോൾ ഞങ്ങൾക്ക് പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പേ തിരിച്ച് വീടെത്തുകയും വേണം. അങ്ങനെ പിന്നെ ഈ വന്ന് ഫാസ്റ്റ് കയറി. ഞങ്ങൾക്ക് പോളയത്തോടാണ് ഇറങ്ങാനുള്ളത്. അപ്പോൾ കൊല്ലം ടിക്കറ്റ് എടുത്തു. ഞാൻ കരുതി ഫാസ്റ്റൊക്കെ നമ്മൾ NH മെയിൻ റോഡിൽ കൂടെ ആയിരിക്കും പോകുന്നത്, ഓർഡിനറിയൊക്കെ ഈ സർവീസ് റോഡിലായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഓർഡിനറിയും ഫാസ്റ്റും എല്ലാം സർവീസ് റോഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഫാസ്റ്റിന് സ്റ്റോപ്പ് കുറവാണ്, ഓർഡിനറി എല്ലാ സ്റ്റോപ്പിലും നിർത്തിയായിരിക്കും പോകുന്നത്. എനിക്ക് ബസ്സിൽ പോകുമ്പം ഇങ്ങനെ ഡ്രൈവറിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഫ്രണ്ട് സീറ്റ് ഇരുന്ന് പോകാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ആ ഫ്രണ്ട് സീറ്റ് കിട്ടുമോ എന്ന് നോക്കി ഇരുന്നപ്പം നമുക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ നേരെ ഫ്രണ്ട് സീറ്റിലോട്ട് പോയിരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ബസ്സിൽ ഇരുന്ന് പോകുമ്പം കുറച്ചിങ്ങനെ ടോപ്പ് വ്യൂ കിട്ടും. അപ്പോൾ നമുക്ക് റോഡ് ഫുള്ളും എല്ലാം നന്നായിട്ട് കാണാൻ പറ്റും. ഞാൻ ബസ് യാത്ര ചെയ്തിട്ട് കുറച്ച് നാളായി, എനിക്ക് തോന്നുന്നു ഏകദേശം 1 വർഷമൊക്കെ ആവുന്നുണ്ട്. ഞാനൊരു കമ്പനിയിൽ സൈബർ സെക്യൂരിറ്റി ഇൻറ്റേണായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ലാസ്റ്റ് ബസ്സിൽ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം ഇന്നാണ് ബസ്സിൽ കയറുന്നത്. ഇന്നത്തെ നല്ലൊരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എന്നാലും ഇനിയിപ്പോൾ വിശന്നാലോ എന്ന് കരുതി ഒരു 2 ചോക്ലേറ്റും കൂടെ എടുത്ത് വെച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വിശന്നു ആസ് യൂഷ്വൽ. അപ്പോൾ ഈ ബൗണ്ടി എടുത്ത് കഴിക്കണേ. ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോൾ പോളയത്തോടെത്തി. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ മോന് വാച്ച് വാങ്ങിക്കാം എന്നൊരു പ്ലാൻ വന്നത്, അതൊക്കെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാച്ച് തന്നപ്പം എനിക്ക് മാത്രം പാപ്പ വാച്ച് തന്നില്ല എന്നൊക്കെ ഇങ്ങനെ അവൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ മോൻ എന്നാൽ ബർത്ത്ഡേക്ക് വാച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇങ്ങനെ കിഡ്സിൻ്റെ ബ്രാൻഡഡ് വാച്ചസ് ഞങ്ങൾ എല്ലാ ഷോപ്പിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചപ്പം അങ്ങനെ എല്ലാ ഷോപ്സിലും കിഡ്സ് ബ്രാൻഡഡ് വാച്ചസ് ഇല്ല. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ചൊന്ന് അന്വേഷിച്ചപ്പം സ്വിസ് ടൈം ഹൗസിലുണ്ട്. സ്വിസ് ടൈം ഹൗസിൽ കിഡ്സിൻ്റെ ഒരു 2 ബ്രാൻഡുണ്ട്. ഒന്ന് സൂ ബൈ ടൈറ്റാനും പിന്നെ ജാക്ക് ആൻഡ് ജില്ലും. അങ്ങനെ അപ്പോൾ സ്വിസ് ടൈം ഹൗസ് നമുക്കിവിടെ അടുത്ത് പോളയത്തോടും ഉണ്ട്, പിന്നെ ലുലുവിലും ഉണ്ട്. ലുലുവിൽ എനിക്ക് തോന്നുന്നു 2 ഷോപ്സ് ഉണ്ട്. അപ്പം ഇന്നിപ്പോൾ ലുലുവിൽ വരെ പോകാനുള്ള സമയമില്ല, അതുകൊണ്ട് ഞങ്ങൾ പോളയത്തോട് വന്ന്. പോളയത്തോടല്ലേ നമുക്ക് കുറച്ചും കൂടെ അടുത്ത്. ജാക്ക് ആൻഡ് ജില്ല് ഇവരതാണ്, അല്ല സ്വിസ് ടൈം ഹൗസിൻ്റെ. വൈറ്റ് വേണ്ടല്ലോ. വൈറ്റ് വേണ്ട. കെട്ടാൻ പറ്റും, ഇപ്പൊ കെട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വലുതാണ്, പക്ഷെ അത് കൊള്ളായിരുന്നു. ഇതിന്റെ ചെറുത് ഇവരെ സൈസ് കാണുമോ? ഇത് കൊള്ളാം. പക്ഷെ ഇത് കൊള്ളാം, ഈ ഗോൾഡൻ ഇത് വരുന്നത്. കൊള്ളാമോ? ഞങ്ങൾ രണ്ടുപേരും കൂടെ മോനൊരു 4 വാച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോൻ്റെ ബർത്ത്ഡേ കേക്ക് ഒരു ലയൺ കേക്കാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഞങ്ങൾ ഫാദുക്കായെ വിളിച്ച് ഫാദുക്ക ഈ 4 വാച്ചിൽ നിന്ന് ഒരെണ്ണം ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് സെലക്ട് ചെയ്ത ആ വാച്ച് ഏതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ മിക്കവാറും ഈ ഒരു വ്ളോഗ് മോൻ്റെ ബർത്ത്ഡേക്ക് മുന്നേ അപ്ലോഡ് ചെയ്യും. പക്ഷെ അവൻ എൻ്റെ വ്ളോഗ്സ് ഒന്നും കാണാത്തത് കൊണ്ട് അവൻ ഈ ഒരു സർപ്രൈസിൻ്റെ കാര്യം അറിയത്തില്ല. അപ്പോൾ അതൊക്കെ 2 വാച്ചാണ് ഫൈനലൈസ് ചെയ്തത്. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, 2 വാച്ച് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ പറഞ്ഞു എന്നാൽ ഒരു വാച്ച് വാങ്ങിയിട്ട് പിന്നെ വേറെ ഏതെങ്കിലും ഒരു ഗിഫ്റ്റും കൂടി വാങ്ങിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ താഴെ ബില്ല് ചെയ്യാൻ വേണ്ടി വന്നിരുന്നപ്പോഴാണ് ഞാൻ ഈ സൺഗ്ലാസ് കണ്ടത്. അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ നമുക്കൊരു സൺഗ്ലാസ് കൂടി അവന് വാങ്ങിക്കാം. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ജാക്ക് ആൻഡ് ജില്ലിൻ്റെ ബ്രാൻഡിൽ നിന്നൊരു സൺഗ്ലാസും കൂടെ വാങ്ങിക്കുന്നുണ്ട്. ഈ 4 സൺഗ്ലാസസിൽ നിന്നാണ് ഒരു സൺഗ്ലാസ് സെലക്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ജാക്ക് ആൻഡ് ജില്ലിൻ്റെ വാച്ച് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ഫ്രീ ബി ഉണ്ട്, പക്ഷേ സൺഗ്ലാസിന് ഫ്രീ ബി ഇല്ല. എന്നിട്ട് മോന് വാങ്ങിയ വാച്ചും സൺഗ്ലാസും ഇവിടെ നിന്ന് തന്നെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.
പാത്തൂനും ഇയാബൂനും ഡ്രസ്സ് ഇവിടെ എടുക്കണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇവിടെ പോളയത്തോട് മാക്സിൽ നിന്ന് തന്നെ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ പോളയത്തോട് മാക്സിൽ റെനോവേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം റെനോവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് ഉച്ചയ്ക്ക് 2:30 അവിടെ ഇനാഗുറേഷനാണ്. അപ്പോൾ അതിന് മുന്നേ അവിടെ കസ്റ്റമേഴ്സിനെ കയറ്റത്തില്ല. ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് പറ്റൂ. അപ്പം നമുക്ക് അത്രയും നേരം വരെ വെയിറ്റ് ചെയ്യാനും പറ്റത്തില്ല. പിന്നെ അവിടെ നല്ല തിരക്കുമായിരിക്കും. അതുകൊണ്ട് ഇവിടെ പോളയത്തോട് ഒരു ജൂനിയർ ട്രെൻഡ്സ് ഉണ്ട്. ഒരു ചെറിയൊരു ഔട്ട്ലെറ്റാണ്, പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം സെലക്ഷൻ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ട്രെൻഡ്സ് ജൂനിയറിൽ കയറിയിട്ട് മക്കൾക്ക് ഡ്രസ്സ് നോക്കുകയാണേ. ഞാൻ മോൻ്റെ ഡ്രസ്സൊക്കെ എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അന്നാച്ചി അവിടെ ഈസ്റ്റ് ഏത് വെസ്റ്റ് ഏതെന്ന് അറിയാൻ വയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ പൊതുവേ ഒരു സംസാരം ഉണ്ടല്ലോ, ഈ ഗേൾസ് മോംസിനെ വെച്ച് നോക്കുമ്പോൾ ബോയ് മോംസിന് പെട്ടെന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പറ്റും, അവരെ ഷോപ്പിംഗ് പെട്ടെന്ന് കഴിയും എന്നൊക്കെ. അത് ഒരു പരിധി വരെ ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ പൊതുവേ ഷോപ്പിങ്ങിന് ഇച്ചിരി സ്ലോ ആണ്, എൻ്റെ സെലക്ഷനൊക്കെ ഇച്ചിരി സ്ലോ ആണ്. പക്ഷേ ഇപ്പം അന്നാച്ചിയെ വെച്ച് നോക്കുമ്പോൾ ഞാൻ മോൻ്റെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് എടുക്കും. പിന്നെ ഇവർക്ക് കളക്ഷൻസും കുറവാണല്ലോ ഗേൾസിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇക്കച്ചി വിളിച്ചപ്പോൾ ഞങ്ങൾ പോളയത്തോടുണ്ട് എന്ന് അറിഞ്ഞപ്പം ഇക്കച്ചി പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോക്സിൽ കയറി ഒന്ന് നോക്ക്, ഇക്കച്ചിക്ക് ഒരു 2-3 പുതിയ മോഡൽ വന്നിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്ക് എന്ന് പറഞ്ഞ്. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ ക്രോക്സിൽ കയറി. ഇവിടെ പോളയത്തോട് ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട് ക്രോക്സിൻ്റെ. അങ്ങനെ അവിടെ കയറി. പിന്നെ ഇക്കച്ചിയെ വീഡിയോ കോൾ ചെയ്തു. അപ്പം ഇക്കച്ചി പറഞ്ഞ മോഡൽസൊക്കെ അവർ കാണിക്കുകയാണ്. ഇതിന്റെ വേറെ കളറുണ്ടോ? ഇല്ല, അതിന്റെ വൈറ്റ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും നല്ല വിശന്നു. അങ്ങനെ ഞങ്ങളിത് ഇവിടെ ഗ്രീൻ ഹയാത്തിൽ ഫുഡ് കഴിക്കാൻ വന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റ് ജസ്റ്റ് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. ഇന്നത്തെ ആദ്യത്തെ കസ്റ്റമർ ഞങ്ങളാവാനാണ് ചാൻസ്. ഹായ് മാം, എന്തൊക്കെയുണ്ട്? ഞങ്ങൾ പൊറോട്ടയും ചില്ലി ചിക്കനും പിന്നെ ബീഫ് ആരിയൽ ബിരിയാണിയും വാങ്ങി. കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ തന്നെ പെട്ടെന്നൊരു ഫാസ്റ്റ് വന്ന് അതിൽ കയറി പാരിപ്പള്ളി എത്താറായി. ഞങ്ങളൊരു 3 മണിയൊക്കെ ആയപ്പോൾ വീടെത്തി. എന്നിട്ട് ഞാൻ പിള്ളേരെ വിളിക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. 3:10 ആകുമ്പോൾ സ്കൂൾ ബസ് വരും. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ പോയി പിള്ളേരെ വിളിക്കട്ടെ. ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണോ? അപ്പോൾ ഒരു ഹാപ്പി ഡോക്ടേഴ്സ് ഡേ പറ. കേറിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.